ബിസിനസ് തുടങ്ങി കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെ ഒരു വല്ലാത്തൊരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്. അതായത് നമ്മളൊരാളെ തെറ്റിദ്ധരിക്കാന്ന് പറയില്ല, അങ്ങനത്തെ ഒരു ഇൻസിഡൻറ്റ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഒരിക്കൽ ബാംഗ്ലൂർക്ക് പോവാണ്. ഫ്രണ്ടിൽ 2 പേര് വന്നിരുന്നു. കണ്ടാൽ വിചാരിക്കും കഞ്ചാവാണ്, ഇങ്ങനെ മുടിയൊക്കെ വളർത്തി ഇങ്ങനെ. അതായത് നമ്മളൊരു ആ ജഡ്ജ്മെൻ്റൽ ആ ഒരു ഇതുണ്ടല്ലോ, ഒരു 9 years 10 years ബാക്കാണ് ആ സമയത്തെ കാര്യം ഞാൻ പറയണത്. അപ്പോൾ നമ്മളുടെ ഒരു തോന്നലുണ്ട് ഇവര് ഇങ്ങനെയൊക്കെ മുടി വളർത്തിയവരൊക്കെ കഞ്ചാവാണെന്നുള്ളത്. അവരവിടെ ചിരിക്കുന്നുണ്ട്, ഇതാക്കുന്നുണ്ട്. അപ്പം എനിക്ക് ഭയങ്കര അസ്വസ്ഥതയൊക്കെ ആയിരുന്നു. എന്നിട്ട് അന്ന് ആ സമയത്ത് ഹൊസൂർ വെച്ചിട്ട് വണ്ടികളൊക്കെ നിർത്തി. അതായത് അവിടുന്ന് ബന്ദാന്നോ എന്തോ ഹർത്താൽ പോലെ എന്തോ ഒരു സംഭവമാണ്. ഹൊസൂർ വരെയുള്ളൂ ബസ്, പിന്നെ എവിടെയും പോകാൻ പറ്റില്ല. അപ്പോൾ ഹൊസൂർ വെച്ച് ബസ് നിർത്തി, എല്ലാവരും ഇറങ്ങുകയാണ്. അപ്പം ഞാനിത് എന്താ ചെയ്യുക, എങ്ങനെ എന്താ ചെയ്യേണ്ടതെന്നുള്ളൊരു വല്ലാത്ത അവസ്ഥയിൽ നിൽക്കുമ്പോൾ 2 പേരും വന്നിട്ട് ചോദിക്കുകയാണ്, വരൂ നമുക്ക് ഒരുമിച്ച് എന്തെങ്കിലും വഴി കാണാം. അപ്പം എന്നോട് ചോദിച്ച പോലെ വേറൊരു അങ്കിൾ ആൻറ്റി ഉണ്ട്, 3 ഏജ് ആയിട്ടുള്ളത്. അവരോടും ചോദിച്ച് അങ്ങനെ ഞാൻ ആ അങ്കിളിൻ്റെ ആൻറ്റിയുടെ പിന്നാലെ പോയി. അങ്ങനെ ഏതോ ഒരു ഉള്ളിൽ കൂടെ പോയപ്പോൾ ഒരു ഓട്ടോ കണ്ടു. അപ്പോൾ ഓട്ടോക്കാരൻ പറഞ്ഞു മടിവാള പോവില്ല, ഒരു സ്റ്റോപ്പ് ഉണ്ട്, അവിടെ വരെ ആക്കി തരാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാനിരുന്നു, ആ ആൻറ്റി അങ്കിള് ഇരുന്നു, മറ്റൊരു 2 പേരും ഡ്രൈവറിൻ്റെ അപ്പുറപ്പുറമൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ അങ്ങനെ ഇരുന്ന് ആദ്യം അങ്കിളും ആൻറ്റി ഇറങ്ങി. അപ്പോഴും എനിക്ക് പേടി. അത് കഴിഞ്ഞിട്ട് ഇവരുടെ വീടിൻ്റെ അവിടെ ഇറക്കി, വരൂ വീട്ടിൽ കയറിയിട്ട് ചായ കുടിച്ചിട്ട് പോകാമെന്നൊക്കെ പറഞ്ഞു. ബട്ട് സ്റ്റിൽ എനിക്ക് ഉള്ളിൽ ഞാൻ എന്താ ചെയ്യേണ്ട, അവിടുന്ന് വണ്ടിയുമില്ല, ആരുടെയെങ്കിലും അങ്ങനെ ആരും ഇല്ല അവിടെ. എന്നിട്ട് അവിടെ കയറി. അപ്പോൾ ഞാൻ ആ ഡോറിൻ്റെ അവിടെ എത്തി. അവർ ആ ഡോർ തുറക്കണ സമയത്താണ് അതിലൊരാളുടെ വൈഫ് വരുന്നത്, കുട്ടിയായിട്ട് വരുന്നത്. അപ്പം എനിക്ക് കുറച്ച് സമാധാനമായി. എന്നിട്ട് അവിടെ കയറി ചായയൊക്കെ കുടിച്ച് അതിലത്തെ ഒരാൾ എവിടെയാണോ എന്നെ കൊണ്ടുവിടാനുള്ളത് എന്നെ കൊണ്ടുവിട്ട്, അങ്ങനെ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ഇൻസിഡൻറ്റ്. അതായത് ഒരിക്കലും നമ്മൾ ജഡ്ജ്മെൻറ്റിലാവരുത്. അങ്ങനെ ഭയങ്കര ഒരു റോങ് ആയിട്ടുള്ളൊരു ഇതെനിക്കുണ്ടായിരുന്നു. ഇങ്ങനെ ഇന്ന ആൾക്കാർ, ഇന്നതുപോലെ നടക്കുന്ന ആൾക്കാർ കഞ്ചാവാണ്, ഇതാണോ, അതൊന്നും അങ്ങനെ നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല.